കൊച്ചി കളമശ്ശേരിയിൽ പെൺകുട്ടിയെ ആക്രമിച്ച് സ്വർണവും മൊബൈൽ ഫോണും കവർന്നു. ജോലി കഴിഞ്ഞ് മടങ്ങവേ പെൺകുട്ടിയെ തലയിൽ മുണ്ടിട്ട ഒരാൾ ആക്രമിക്കുകയായിരുന്നു. കണ്ണൂർ സ്വദേശിയായ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. വിപിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ പ്രതി ആരാണ് എന്നുള്ള സൂചന ലഭിച്ചോ? വർഷ, ഇന്ന് രാത്രി 8:15 കൂടിയാണ് ഈ അക്രമം ഉണ്ടായിരിക്കുന്നത്. കളമശ്ശേരിയിലെ HMT ജംഗ്ഷന് സമീപം താമസിക്കുന്ന പെൺകുട്ടിയാണ്. ജോലി കഴിഞ്ഞ് തിരിച്ചു മടങ്ങുകയായിരുന്നു. അവിടുത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നും ജോലി കഴിഞ്ഞ് 8:15 കൂടി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. കണ്ണൂർ സ്വദേശിയാണ്. റെയിൽവേ പാലം മുറിച്ച് കടന്ന് വരുന്നതിനിടെ പുറകിലൂടെ എത്തിയ അക്രമി തലയിൽ മുണ്ടിടുകയായിരുന്നു. ഇങ്ങനെ തലയിൽ മുണ്ടിട്ട ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പില്ലറിൽ തല ഇടിപ്പിക്കുകയും അതിനുശേഷം മാലയും കമ്മലും കവർന്നിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും എടുത്താണ് അക്രമി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇയാൾക്കുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും അവശതയോടുകൂടി ആ വഴി തന്നെ വന്നിരുന്ന മറ്റ് സുഹൃത്തുക്കൾ കാണുകയും പിന്നീട് വിവരമറിയിക്കുകയുമായിരുന്നു. അങ്ങനെ നാട്ടുകാർ കൂടിയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 3 സ്റ്റിച്ചുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമുള്ളത്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തുകയാണ്. ഒരു ക്യാപ്പും ഒപ്പം തന്നെ ഒരു ബാഗൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഫോളോ ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ആളൊഴിഞ്ഞ ഈ ഒരു പ്രദേശത്തേക്ക്, ഈ HMT ജംഗ്ഷന്റെ ഈ ഒരു ഭാഗത്ത് അധികം ആൾതാമസമോ ആളുകളൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ്. അവിടെ വെച്ചാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഇപ്പോൾ അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. കണ്ണൂർ സ്വദേശിയാണ്. വലിയ ഒരു അക്രമം തന്നെയാണ് ഇപ്പോൾ ഈ രാത്രി നാടിനെ നടുക്കി ഉണ്ടായിരിക്കുന്നത്. വർഷ, ഈ ദൃക്സാക്ഷികളിൽ നിന്നും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മാത്രമല്ല CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടോ? CCTV ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് റെയിൽവേയുടെ ഒരു അണ്ടർ പാസേജ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് റെയിൽവേ പാളം ക്രോസ് ചെയ്ത് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ പെൺകുട്ടി നടന്നു വരികയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ആരുമില്ല എന്നുള്ളത് മനസ്സിലാക്കിയാണ് പെട്ടെന്ന് തന്നെ തലയിലൂടെ മുണ്ടിടുകയും അതിനുശേഷം ഈ തല ഒരു തൂണിലേക്ക് ഇടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ കവർച്ച നടത്തിയിരിക്കുന്നത്. മൊബൈൽ ഫോണും സ്വർണ്ണാഭരണങ്ങളും കവർന്ന ശേഷം തന്നെ ഈ പ്രതി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുവഴി ആളുകൾ, പെൺകുട്ടിയുടെ തന്നെ സുഹൃത്തുക്കൾ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നതും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ആരാണ് ഈ ഒരു അക്രമി എന്നതിനെ സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരു ക്യാപ്പൊക്കെ ധരിച്ച ഒരാൾ കുറച്ചായി ഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി ഈ ഒരു പ്രദേശം അറിയുന്ന അല്ലെങ്കിൽ ആക്രമിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ പെൺകുട്ടിയെ പിന്തുടരുകയായിരുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഒട്ടും തന്നെ ആൾതാമസമൊന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ ഭാഗമാണ് ഈ HMT ആ ഭാഗം എന്ന് പറയുന്നത് തന്നെ. അവിടെ വെച്ചാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വാടകയ്ക്ക് അവിടെ പഠിക്കാനും ഒപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട് നിരവധി പെൺകുട്ടികളൊക്കെ താമസിക്കുകയും വരികയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ചാണ് ഇപ്പോൾ ഈ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ശരി, കൊച്ചി കളമശ്ശേരിയിലാണ് പെൺകുട്ടിയെ ആക്രമിച്ച് സ്വർണവും മൊബൈൽ ഫോണും ഒക്കെ കവർന്നിരിക്കുന്നത്. ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് പെൺകുട്ടിയെ തലയിൽ മുണ്ടിട്ട ഒരാൾ ആക്രമിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കളമശ്ശേരിയിലാണ് പെൺകുട്ടിയെ ആക്രമിച്ച് സ്വർണവും മൊബൈൽ ഫോണും കവർന്നിരിക്കുന്നത്. ജോലി കഴിഞ്ഞ് മടങ്ങവേ പെൺകുട്ടിയെ തലയിൽ മുണ്ടിട്ട ഒരാൾ ആക്രമിക്കുകയായിരുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. വിപിൻ, ഈ കൂടുതൽ വിവരങ്ങളിലേക്ക് അല്ലെങ്കിൽ പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ച ഉത്തരങ്ങളിൽ നിന്ന് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടന്നോ? വർഷ, ഇതിനോടകം തന്നെ പോലീസിന്റെ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 സ്റ്റിച്ചുകളാണുള്ളത്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരിക്കും ഇത് നാടിനെ ഒരു നടുക്കുന്ന ഒരു സംഭവമാണ്. കാരണം നിരവധി പെൺകുട്ടികളൊക്കെ തന്നെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഈ പ്രദേശത്ത്. അവിടെ വെച്ചാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇവർ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും കമ്മലും എല്ലാം തന്നെ എടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പെട്ടെന്ന് തന്നെ ബാഗിൽ നിന്ന് ഒരു മുണ്ടെടുത്ത് തലയിലൂടെ ഇടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാണ് അക്രമിയെ കുറിച്ച് വലിയൊരു വ്യക്തത ഈ പെൺകുട്ടിക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. ഒപ്പം ഒരു ക്യാപ്പ് വെച്ചുകൊണ്ടാണ് ഈ അക്രമി പെൺകുട്ടിയെ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ കടന്നു പോകുന്നതിന് വേണ്ടി പുറകെ വരുന്നു എന്നുള്ളതിനപ്പുറം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അവിടെ ഒരു ആളൊഴിഞ്ഞ ആ ഒരു പില്ലറിന്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്നായിരുന്നു ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം. ഇത്തരത്തിൽ അക്രമി
ആക്രമിച്ച് വീഴ്ത്തുകയും അതിനുശേഷം ഇത് കവർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്ത് ഇപ്പോഴും തമ്പടിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതൊരു ഒഴിഞ്ഞ പ്രദേശമാണ്. തീർത്തും വിജനമായിട്ടുള്ള ഒരു പ്രദേശത്ത് രാത്രി ജോലി കഴിഞ്ഞ് വരുന്ന പെൺകുട്ടിക്ക് നേരെയാണ് കൊച്ചിയിൽ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ഒരു അക്രമം നടന്നിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ അക്രമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലുമാണോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ തന്നെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ശരി, എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ഈ പ്രതി, ഈ പ്രദേശത്തുള്ള ആൾ തന്നെയാണോ, ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യം മൂലം നടന്ന ആക്രമണമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.